ജർമ്മനി എന്ന് പറയുന്ന കൺട്രി എസ്പെഷ്യലി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ്, ഇൻറ്റേൺഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കൺട്രികളിൽ ടോപ്പ് പൊസിഷനിൽ വരുന്ന ഒരു കൺട്രി കൂടിയാണ് ജർമ്മനി. ഓവർസീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു മേജർ ഹോട്ട്സ്പോട്ടാണ് ജർമ്മനി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. 0 ട്യൂഷൻ ഫീൽ ഒരു ഓവർസീസ് ഡെസ്റ്റിനേഷൻ, എസ്പെഷ്യലി ജർമ്മനി പോലെയുള്ള ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 0 ഫീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീ വേവർ ആണ്. നമുക്ക് ലിവിംഗ് കോസ്റ്റിനുള്ള എമൗണ്ട് മാത്രം അറേഞ്ച് ചെയ്തിട്ട് ജർമ്മനിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജർമ്മനിയിലെ ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള QSന്റെ വേൾഡ് റാങ്കിങ്ങിലൊക്കെ ടോപ്പ് പൊസിഷൻസിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ് ആയിട്ടും സ്റ്റുഡൻസിന് ഉണ്ടാവും. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ, ഇതിൽ നമുക്ക് പൊതുവായിട്ട് STEM പ്രോഗ്രാമുകൾ എന്ന് പറയാം. STEM പ്രോഗ്രാമുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കൺട്രിയും കൂടെയാണ്. ഒന്നുകൂടെ കമ്പയറിംഗ് ടു UK പെർമനന്റ് റെസിഡൻഷിപ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ. അതായത് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും. അതിനുശേഷം ബ്ലൂ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ ജോബ് സീക്കർ വിസ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് PR-ന് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണെന്നുള്ളതും ജർമ്മനി സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെ വലിയൊരു ഹോട്ട്സ്പോട്ടായിട്ട് നിലനിർത്തുന്നുണ്ട്.